കേരളത്തിലെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന 80ഓളം കുട്ടികളായിരുന്നു ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച സമ്മർ സ്മാർട്ട് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയത്. കുട്ടികളുടെ സർഗശേഷിയെ കെട്ടഴിച്ചുവിട്ട് അവരെ ജീവിതത്തിൽ വിന്നർമാരായി മാറ്റാനാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ലേബർ ഇന്ത്യ ചെയർമാൻ ജോർജ് കുളങ്ങര തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഉദ്ഘാടനത്തിനു ശേഷം നടന്ന ഐസ് ബ്രേക്കിംഗ് സെക്ഷന്റെ പ്രശസ്ത ഇന്റർനാഷണൽ ട്രെയിനർ ചെറിയാൻ വർഗീസാണ് ഏറ്റെടുത്തത്. പരസ്പരം പരിചയപ്പെടാനും ഇടപഴകാനും അവസരങ്ങൾ തരുന്ന പല ഗെയിമുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. രണ്ടാം ദിവസം രാവിലെ 6:30 ഞങ്ങൾ സ്കൂളിൽ എത്തിച്ചേർന്നു. ബേബി ജോസഫ് സാർ നയിച്ച സൂപ്പർ ബ്രെയിൻ യോഗ മെഡിറ്റേഷൻ എക്സസൈസുകൾ ഞങ്ങൾക്ക് ഏകാഗ്രത, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ഇവ നൽകുകയുണ്ടായി. മെമ്മറി ടെക്നിക്കിന്റെ രഹസ്യങ്ങൾ ചുരുളഴിച്ചു തന്ന ഒരു ക്ലാസ് ആയിരുന്നു ശ്രീ മോൻസി വർഗീസ് സാർ നയിച്ചത്. തുടർന്ന് ശ്രീ ജിജി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ നടന്ന പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ് വളരെ മികച്ചതായിരുന്നു. നാടൻ കലാ അക്കാദമിയുടെ മുൻ ചെയർമാൻ ശ്രീ CJ കുട്ടപ്പൻ സാർ നയിച്ച നാടൻ പാട്ടുകൾ ഞങ്ങളെ ആകെ ഇളക്കി മറിച്ചു. ഇന്ന് ക്യാമ്പിന്റെ 3-ാം ദിവസം. പാലക്കാട് ലീഡ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന OBT സെക്ഷൻ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയും നേരിടാൻ കഴിവും പ്രാപ്തിയും ഉളവാക്കുന്നതായിരുന്നു. ട്രസ്റ്റ് വാക്ക്, പൈപ്പ് ആൻഡ് ബോൾ, സ്പൈഡർ നെറ്റ്, ഹൈ ടെൻഷൻ, ജൂമറിംഗ്, ഡാൻസ് ടു ഡെസ്റ്റിനേഷൻ, ഷൂട്ടിംഗ്, സിപ്പ് ലൈൻ, മെഷൻ ഇംപോസിബിൾ, ഗ്ലാസ് വാക്കിംഗ്, ഫയർ വാക്കിംഗ്, അങ്ങനെ ഒരു നീണ്ട നിര അഡ്വഞ്ചർ പ്രോഗ്രാംസ് ആയിരുന്നു. ക്യാമ്പിന്റെ 4-ാം ദിവസം ഞങ്ങളുടെ ക്യാമ്പ് വാഗമണ്ണിലായിരുന്നു. വാഗമണ്ണിൽ ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയുടെ നെറുകയിൽ നടന്നു കയറുക ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അവിടെ എത്തിച്ചേർന്ന ഞങ്ങൾക്ക് എഡ്മണ്ട്സ് നിലാര എവറസ്റ്റ് കീഴടക്കിയപ്പോൾ ലഭിച്ച സന്തോഷമാണ് കിട്ടിയത്. അവിടെ നിന്നും ഞങ്ങൾ പ്രകൃതിയുടെ വരദാനമായ മൊട്ടക്കുന്നിലേക്കാണ് പോയത്. ചിരട്ടയിൽ ഉണ്ടാക്കുന്ന മണ്ണപ്പത്തിന്റെ വലിയ മാതൃകകളായിരുന്നു ഓരോ മൊട്ടക്കുന്നും. അവിടെ പ്രകൃതിയുടെ മടിയിലിരുന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. പിന്നീട് പൈൻ ഫോറസ്റ്റ് കണ്ട് ഞങ്ങൾ കുരിശുമല ആശ്രമത്തിലെത്തി. സന്ദർശകർക്ക് കർശന നിയമമുള്ള ആശ്രമത്തിൽ ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത് ലേബർ ഇന്ത്യയിലെ കുട്ടികൾ ആണെന്നുള്ള പരിഗണനയിലാണ്. പരിപൂർണ നിശബ്ദമായ ആശ്രമ ദേവാലയം ഞങ്ങൾ സന്ദർശിച്ചു. ആശ്രമത്തോടനുബന്ധിച്ചുള്ള ഡയറി ഫാമിൽ 100 കണക്കിന് പശുക്കളാണുള്ളത്. അവയെ വളരെ സൂക്ഷ്മതയോടെ പരിചരിക്കുന്നത് ഞങ്ങൾ കണ്ടുപഠിച്ചു. ഏകദേശം 5 മണിയോടുകൂടി ഞങ്ങൾ പ്രകൃതിരമണീയമായ വാഗമണ്ണിൽ നിന്നും തിരിച്ചു പോന്നു. അത്താഴത്തിന് ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ കപ്പപ്പുഴുക്കും ബാർബിക്യൂവുമായിരുന്നു. ഞങ്ങൾ സ്വയമായി ഉണ്ടാക്കിയിരുന്നതിനാൽ നല്ല സ്വാദായിരുന്നു അവയ്ക്ക്. 5-ാം ദിവസം ഞങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു.
ഞങ്ങളെ നേരത്തെ തന്നെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഷോർട്ട് ഫിലിം നിർമ്മാണത്തിന് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചായിരുന്നു സിനിമ പിടിച്ചത്. സംവിധായകൻ, സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ഞങ്ങൾ തന്നെയായിരുന്നു. പൂർണ്ണമായും ഞങ്ങൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമാണിത്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ ഉപഭോക്താക്കളായ പുത്തൻ തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ചക്കപ്പുഴുക്ക് ഞങ്ങൾ തന്നെ തയ്യാറാക്കണമെന്ന് ജോർജ് സാർ പറഞ്ഞത്. പഴുത്തു വീണ് നശിച്ചു പോകുന്ന പോഷകസമൃദ്ധമായ ചക്ക പാഴാക്കി കളയരുതെന്നു കൂടിയുള്ള സന്ദേശമായിരുന്നു ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. പ്ലാവിൽ കയറി ചക്കയിട്ടതു മുതൽ വെട്ടിയൊരുക്കി പാചകം ചെയ്തതുവരെ ഞങ്ങൾ തന്നെയായിരുന്നു. തുടർന്ന് നടന്ന ക്യാമ്പ് ഫയർ വളരെ രസകരമായിരുന്നു. ഞാൻ സ്കൂളിൽ പോവാണ് അമ്മേ, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ശരി മോനെ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എനിക്കൊരു ബാഗ് വേണം. നിനക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. നീ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു ബാഗിനായി. ദൈവം നിനക്ക് തീർച്ചയായും തരും. ഈശ്വരൻ നിനക്ക് തീർച്ചയായും തരും. നീ പ്രാർത്ഥിക്കുക. അയ്യോ അമ്മ, അവൻ പോയോ? അവൻ പോയല്ലോ. അവൻ അവന്റെ കുപ്പി എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ. അമ്മേ, ഇപ്പൊ വരുവാണേ. അപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? സീരിയസാ. എന്താ കാര്യം? പറയടാ. എനിക്കൊരു ബൈക്ക് വേണം. ബൈക്കോ? അച്ഛാ, എനിക്കത് വേണം. നീ ഇപ്പൊ +2 ആയിട്ടുള്ളൂ. അച്ഛാ, എനിക്കത് വേണം. ശരി, നോക്കാം. ആ ശരി. ക്രിഷ്, മോനെ, നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ.
ചേട്ടാ എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇവിടെ ആരുമില്ലേ? ആരാ? ഞാൻ രവിയുടെ ക്ലാസ്മേറ്റാ. നിൽക്കുന്നത്, ഞാൻ ഇപ്പൊ അവനെ വിളിക്കാവേ. എടാ രവി, ഇതാ നിന്റെ കൂട്ടുകാരൻ വന്ന് നിക്ക. എന്താടാ നീ കേറുന്നില്ലേ? എടാ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വന്നതാ. ഗിഫ്റ്റോ? എന്താടാ? ഒരു ഗിഫ്റ്റാടാ. നീ കേറുന്നില്ലേ? ഇല്ലടാ, എനിക്ക് വീട്ടിൽ പോകണം. ശരിടാ. അമ്മേ, ദേ നോക്കിയേ, കൃഷി തന്ന സമ്മാനം. എന്തുവാ മോനെ ഇത്? ദേ നോക്ക്. എടാ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, എല്ലാം നടക്കുമെന്ന്. ഇനി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, അത് സാധിക്കും. ശരി അമ്മേ. മോനെ, സ്റ്റഡി വെൽ and behave well too. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോൾ മീ. No electronic gadgets are allowed in the campus. Does this include mobile phone? Yeah, of course. What the hell? You have to adjust with life. നീ ഇവനെ തല്ലിയോ? എന്താടാ പറ്റൂലേ? നീ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോന്ന്? നീ ബാബുവിൻ്റെ മോനാണോ ശശിയുടെ മോനാണോന്ന് ഞാൻ നോക്കൂല. ഇവിടെ മര്യാദയ്ക്ക് നമ്മൾ പറയുന്ന കേട്ടില്ലെങ്കിൽ ഇടിച്ചിൻ്റെ ഷേപ്പ് മാറ്റും.
ഡിയർ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻറ്, ഇന്ന് നമ്മളുടെ ആനുവൽ സമ്മർ കോച്ചിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ രണ്ടുപേരും 2 ടീമായിട്ട് തിരിഞ്ഞ് ഇതിന്റെ ക്യാപ്റ്റന്മാർ മുൻപോട്ട് വരേണ്ടതാണ്. ചേച്ചി ഇതാണ് റോയ്, നമ്മുടെ പുതിയ ഗ്രൂപ്പിൽ വന്നതാണ്. കർത്താവേ, ഇവനെ നീ കാത്തോളണേ. ഇവന്റെ രോഗം ഒന്നും വേഗം മാറ്റിക്കൊടുക്കണേ. ആരാ? മനസ്സിലായില്ല. മോൻ എന്താ രോഗം? മോൻ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായതാ. ഓ, അങ്ങനെയാണോ? എത്ര വർഷമായി? ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? 2 വർഷമായി. രക്ഷപ്പെടാൻ സാധ്യത കുറവാ. You have changed.